ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ ഭാവിയേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതേസമയം പാർട്ടികൾ നടത്തിയ പാർലമെന്റ് മാർച്ചിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ആസൂത്രിത ആക്രമണം നടന്നതായും സമരത്തിന്റെ സ്വഭാവം മാറിയെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭം ശക്തമാക്കുമ്പോഴാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. യുവാക്കളുടെ ഭാവിയേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ലെന്നും യുവജനതയുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിലോ അനുനയ ചർച്ചകൾക്കോ വഴങ്ങാതെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള CJP നേതാക്കൾ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി JP നദ്ദയുടെ നേതൃത്വത്തിൽ സമരക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് ശ്രമിച്ചുവെങ്കിലും മന്ത്രിമാരുടെ ഓഫീസിലും വസതികളിലും ചർച്ചയ്ക്ക് പോകേണ്ട എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. അതേസമയം ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരത്തിന്റെ സ്വഭാവം മാറുന്നതായി ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് നൽകി. പ്രതിഷേധങ്ങൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആസൂത്രിതമായി ആക്രമിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CJP നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങൾ ഡൽഹി പോലീസ് വിശദമായി പരിശോധിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പോലീസ് വാഹനങ്ങളും ആക്രമിച്ചവരെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണെന്നും കലാപശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. സമരത്തിൽ ചില ക്രിമിനലുകൾ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്നും പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്താൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നുമാണ് CJP വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിനപ്പുറത്തേക്ക് ചില ആസൂത്രിത നീക്കങ്ങൾ ഈ സമരത്തിലുണ്ടാകുന്നു എന്ന സംശയം ന്യായമായും ഉയരുകയാണ്. അതിന് ശരിവെക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം രാത്രി സൻസദ് മാർഗിലുണ്ടായത്. ജന്തർ മന്ദിറിലെ സമരവേദിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്ന ഒരു കൂട്ടം പ്രതിഷേധക്കാർ അവിടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വം ആക്രമിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നേരത്തെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരം പിന്നീട് 60-ലധികം ആളുകളുടെ ജീവനെടുത്തുകൊണ്ടുള്ള കലാപമായി മാറിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായ അട്ടിമറി നീക്കം ജന്തർ മന്ദിറിലെ ഈ സമരത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. ജന്തർ മന്ദിറിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്.